ഗ്രാമത്തിൽ മേഘങ്ങൾ നിറഞ്ഞ ദിവസമാണെന്ന്. കാറ്റ് വേഗമായി വീശുന്നു. ഈ വേഗതയുള്ള കാറ്റിന് നടുക്ക് കൃഷിക്കാരനായ രാംചരൺ തെരുവിൽ കൂടി നടന്നു വരികയാണ്. തന്റെ പാടത്തിന്റെ അതിരിൽ വന്നു നിന്നു. ആ പാടത്തിന്റെ മറുവശത്ത് സുഖദേവ് നിൽക്കുന്നു. രണ്ടുപേരും മാറി മാറി ദേഷ്യത്തോടെ നോക്കുകയാണ്. ഇവിടെ നോക്കൂ സുഖ്ദേവ്, ഞാൻ വീണ്ടും പറയുന്നു, ഇത് എന്റെ സ്ഥലമാണ്. നീ ഇന്നലെ രാത്രി പെയ്ത മഴയിനെ ഉപയോഗിച്ച് എന്റെ വശത്തിരുന്ന് മണ്ണെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് തെറ്റാണ്. രാംചരൺ, ഒരുപാട് മര്യാദയായിട്ട് സംസാരിക്ക്. ഞാനൊന്നും മണ്ണെടുത്തിട്ടില്ല. മഴയിലാണ് അടിച്ചുകൊണ്ട് വന്നത്. നിന്റെ സ്ഥലം അവിടെ തന്നെ മുറിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്റെ സ്ഥലമാണ് തുടങ്ങുന്നത്. ഓരോരോ പ്രാവശ്യവും നീ ഇതാണ് ചെയ്യുന്നത്. ഓരോരോ പ്രാവശ്യവും മഴ വരുമ്പോൾ നിന്റെ എല്ല അധികരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു. ഈ കാര്യത്തിനെ നമ്മൾ തീർത്തേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കണക്ക് തീർക്കോ. എനിക്കും ഇത് കാണണമെന്ന് തോന്നുന്നു. നിന്റെ കള്ളസ്ഥലത്തിനെ നീ എങ്ങനെ നിരൂപിക്കുമെന്ന്. നമ്മളുടെ ഗ്രാമത്തിലെ മഴ പെയ്യുമ്പോഴൊക്കെ നീ നിന്റെ ബുദ്ധി ഇഴക്കുന്നു. രാംചരൺ അദ്ദേഹത്തെ വളരെ ദേഷ്യത്തോടെ നോക്കി. എന്നിട്ട് അവിടെ നിന്നും അദ്ദേഹം പുറപ്പെട്ടു പോയി. മഴ നന്നായി പെയ്യാൻ തുടങ്ങി. വീടിന്റെ കൂരയിൽ നിന്നും വെള്ളം താഴേക്ക് ഒഴുകാൻ തുടങ്ങി. രാംചരന്റെ ഭാര്യ കമല അരിയുടെ മൂട്ട എടുത്തുകൊണ്ടുവന്ന് മറ്റൊരു വശത്ത് വയ്ക്കാൻ തുടങ്ങി, അത് നനയാതിരിക്കാൻ വേണ്ടി. അപ്പോഴാണ് രാംചരൺ വീട്ടിലേക്ക് വന്നത്. എന്നിട്ട് കതക് വേഗത്തിൽ അടച്ചു. ദേഷ്യത്തോടെ അദ്ദേഹം വീട്ടിനകത്ത് ചെന്നിരുന്നു. കമല അദ്ദേഹത്തെ വളരെ വിഷമത്തോടു കൂടി നോക്കി. നിങ്ങൾ വീണ്ടും പുറത്തു ചെന്ന് സുഖദേവന്റെ കൂടെ വഴക്കുണ്ടാക്കിയോ? ഞാൻ ഈ വീട്ടിൽ വെള്ളം കാരണം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പുറത്ത് നിങ്ങൾ പാടത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നു. നിനക്കൊന്നും മനസ്സിലായില്ല കമല. ആ സുഖദേവ് നമ്മളുടെ സ്ഥലത്തിനെ അപകരിക്കണമെന്ന് നോക്കുന്നു. മഴ വന്നതും വിളവുകളൊക്കെ നശിക്കാൻ തുടങ്ങുന്നു. പാതകളൊക്കെ അടഞ്ഞു പോകുന്നു. ഇതിൽ നിന്നും രക്ഷ നേടാൻ നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണമല്ലോ. ഏതൊരു വഴിയുമില്ല. ഈ മഴ നമുക്ക് കഷ്ടപ്പാടിനെ മാത്രമാണ് തരുന്നത്. ഈ ചാക്കടയിൽ കഷ്ടപ്പെടണമെന്ന് നമ്മളുടെ തലവിധിയിൽ എഴുതിയിട്ടുണ്ട്. രണ്ടുപേരുടെ മുഖത്തും വിഷമം നന്നായി കാണാൻ സാധിച്ചു. പിന്നെ മഴ നിൽക്കുന്നത് പോലെ ഇല്ലായിരുന്നു. വൈകുന്നേരം നല്ല മഴ പെയ്തതിനു ശേഷം ഒരു വിധേന വെള്ളം ഒഴുകുന്നത് നിന്നു. ഗ്രാമത്തിന്റെ തെരുവുകളൊക്കെ ചേറ് നിറഞ്ഞു നിന്നു. പിന്നെ ഓരോ കുഴിയിലും മഴ കാരണം വെള്ളം നിറഞ്ഞു നിന്നു. അപ്പോഴാണ് ഒരു മൊപ്പഡ് സ്കൂട്ടർ വന്ന് ഗ്രാമത്തിന്റെ നടുക്ക് നിന്നത്. അത് മറ്റാരുമല്ലായിരുന്നു, അദ്ദേഹമാണ് മാസ്റ്റർ സർ. ആ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും പഠിച്ച ആളും പിന്നെ വളരെ ബുദ്ധിശാലിയുമാണ്. സിറ്റിയിലെ ഒരു വലിയ കോളേജിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പോലും അദ്ദേഹം ഗ്രാമത്തിലേക്ക് തിരികെ വന്ന് അവിടെയുള്ളവരുടെ തലയെഴുത്ത് മാറ്റണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹം വെറും പാഠം പഠിപ്പിക്കുന്ന മാസ്റ്റർ മാത്രമല്ല, ജീവിതത്തിന്റെ കുഴപ്പങ്ങൾ തീർക്കാനും അറിഞ്ഞ ആളാണ്. മാസ്റ്റർ സാർ തന്റെ സ്കൂട്ടർ സ്റ്റാൻഡിട്ട് നിർത്തി. എന്നിട്ട് രാംചരൺ അടുത്തേക്ക് അദ്ദേഹം വന്നു. അവിടെ തന്നെ സുഖദേവും വളരെ ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു. പിന്നെ കമല അവർ രണ്ടുപേരെയും സമാധാനിപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാംചരൺ, സുഖ്ദേവ്, നിങ്ങളുടെ മുഖം കണ്ടാൽ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ മഴ പെയ്തത് പാടത്തല്ല, നേരിട്ട് നിങ്ങളുടെ ബുദ്ധിയിൽ പെയ്യുന്നത് പോലെ തോന്നുന്നു. എന്താ കാര്യം? ഈ തണുത്ത കാറ്റിലും നിങ്ങൾ എന്തിനാ ഇത്ര ചൂടായിട്ടുള്ളത്? മാസ്റ്റർ സാർ, നിങ്ങൾ തന്നെ ഒരു ന്യായം പറയൂ. ഈ മഴവെള്ളം എൻ്റെ പാടത്തിനും ഇവൻ്റെ പാടത്തിനുമുള്ള മാർക്കിനെ അഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാംചരൺ എന്താ പറയുന്നത് വെച്ചാൽ എൻ്റെ സ്ഥലം അവൻ്റെതാണെന്ന്. ഞാനൊന്നും കള്ളം പറയില്ല മാസ്റ്റർ സാർ. വെള്ളം എപ്പോഴും എൻ്റെ സ്ഥലത്തിലിരിക്കുന്ന മണ്ണയാണ് എടുക്കുന്നത്. എൻ്റെ ശരിക്കുമുള്ള ബോർഡർ എവിടെ ഉണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയും? നിങ്ങൾ രണ്ടുപേരും മഴയിനാണ് തപ്പ് പറയുന്നത്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ മഴയുടെ മേലെ ഏതൊരു തെറ്റുമില്ല. എല്ലാം നമ്മളുടെ മണ്ടത്തരമാണ്. വെള്ളത്തിന്റെ ഗുണം ഓടുന്നതാണ്, പിന്നെ മണ്ണിന്റെ ഗുണം വെള്ളത്തിനോടൊപ്പം ഓടുന്നത്. പക്ഷേ മാസ്റ്റർ സാറേ, ഞങ്ങളൊക്കെ സാധാരണ കൃഷിക്കാരാണ്. ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കാനാകും? പഠിക്കാനായിട്ട് വയസ്സ് തടയില്ല കമല. നിങ്ങൾ എല്ലാവരും റെഡിയാണെങ്കിൽ നാളെ മുതൽ ഒരു പുതിയ പള്ളിക്കൂടം നമുക്ക് തുടങ്ങിയേക്കാം. മൂന്നുപേരും ചെറിയ കുഴപ്പത്തിലായിരുന്നു. പക്ഷേ മാസ്റ്ററിന്റെ ആത്മവിശ്വാസവും അദ്ദേഹത്തിന്റെ വാക്കുകളും അവർ മൂന്നുപേർക്കും ചെറിയൊരു ധൈര്യം നൽകി. അടുത്ത ദിവസം മാസ്റ്റർ സാർ പഞ്ചായത്ത് ഹാളിൽ ഒരു ചെറിയ മീറ്റിംഗ് ഏർപ്പെടുത്തി. ഹാളിന്റെ മേൽക്കൂര ഒരുപാട് സ്ഥലത്ത് പൊട്ടിയിരുന്നു. പിന്നെ അതുവഴി മഴവെള്ളം താഴേക്ക് ഒലിച്ചുകൊണ്ടേയിരുന്നു. മാസ്റ്റർ ടേബിളിൽ 2 ട്രേയും പിന്നെ വെള്ളം നിറഞ്ഞ 2 ബോട്ടിലും വെച്ചിരുന്നു. അപ്പോഴാണ് രാംചരൺ, സുഖദേവ് പിന്നെ കമലയും അകത്തേക്ക് വന്നത്. മാസ്റ്റർ സാറേ, ഇവിടെ അകത്തും പുറത്തുള്ളത് പോലെ തന്നെ ഉണ്ട്. ഈ പൊട്ടിപ്പോയ കൂരയുടെ അകത്ത് നമ്മൾ എങ്ങനെ പഠിക്കാനാ? കഷ്ടം വരുമ്പോൾ ഒരുത്തൻ പേടിക്കുന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെ കൃഷിക്കാരനാവാൻ പറ്റും? ഇങ്ങനെ ലീക്ക് ആവുന്നുണ്ടല്ലേ? ഇതാണ് നമ്മളുടെ ആദ്യത്തെ പാഠം. കുറച്ച് ശ്രദ്ധയോടെ നോക്ക്. വെള്ളം എവിടെ നിന്നാണ് വരുന്നത്, പിന്നെ എത്ര വേഗത്തിൽ വരുന്നു.
മാസ്റ്റർ സാറേ, ഞങ്ങൾ ഞങ്ങളുടെ കൃഷിപ്പാടത്തിനെ രക്ഷിക്കണം, അത്രേ ഉള്ളൂ. ഈ ബോട്ടിൽ പിന്നെ ട്രേ കൊണ്ട് ഞങ്ങളുടെ പാടത്തിന്റെ ബോർഡർ എങ്ങനെ തീരുമാനിക്കും? ഇന്ന് നമ്മൾ ഈ മഴ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് സായുവെന്ന് വെച്ചാൽ എന്താണ്, വെള്ളത്തിന്റെ പ്രഷർ എന്താണ്, പിന്നെ മണ്ണ് കരയുന്നതിനെ എങ്ങനെ തടയാൻ പറ്റുമെന്ന്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നേക്കുമായി തീർന്നു പോകും. മാസ്റ്റർ സാറേ, എനിക്കിതിനോട് വളരെയധികം ആഗ്രഹം തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതൊന്ന് പറഞ്ഞു തരാമോ? അവരെല്ലാവരും മാസ്റ്ററോട് പാഠം പഠിക്കുകയാണ്. മാസ്റ്ററും അവർക്ക് നന്നായി പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ അവർ 3 പേരും കൂടി കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം മഴ ചെറുതായി കുറഞ്ഞു. ചെറിയ തൂറ്റൽ മാത്രമേ ഉണ്ടായിരുന്നു. മാസ്റ്റർ സാർ രാം ചരൺ, കമല പിന്നെ സുഖദേവിനെ വിളിച്ചുകൊണ്ട് മരത്തിനടിയിലേക്ക് വന്നു. എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം രാംചരനോടും സുഖദേവിനോടും മാസ്റ്റർ പറഞ്ഞു, ഒരു ട്രേയിൽ സാധാരണ മണൽ വയ്ക്കാൻ പറഞ്ഞു. പിന്നെ മറ്റൊരു ട്രേയിൽ ചെടികളുള്ള മണൽ. പിന്നെ മാസ്റ്റർ സാധാരണ മണ്ണുള്ള ട്രേയിലേക്ക് വെള്ളം എടുത്തൊഴിച്ചു. വെള്ളം മണലിൽ ചെന്ന് വീണു. പിന്നെ മണ്ണ് ഒരു വശത്ത് ഒലിച്ചുകൊണ്ട് അതിലൊരു രേഖ രൂപപ്പെട്ടു. കണ്ടു രാംചരൻ, സ്ഥലം സമമായിട്ട് ഗാലിയായിട്ട് ഇരിക്കുമ്പോൾ വെള്ളം നേരായിട്ട് മണ്ണിൽ പെട്ട് അത് വഴി ഉണ്ടാക്കുന്നു. ഇതെയാണ് സോയിൽ എറോഷൻ എന്ന് പറയും. അങ്ങനെ തന്നെ നടക്കുന്നു. എന്റെ എല്ലയിൽ ഇരിക്കുന്ന മണ്ണ് ഇതുപോലെ തന്നെ സരിഞ്ച് സുഖദേവന്റെ പാടത്തിലേക്ക് പോകുന്നു. കണ്ടു രാംചരൻ, ഞാനും ഇതാണ് പറയുന്നത്. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ? മാസ്റ്റർ സാറേ, ഈ മണ്ണിങ്ങനെ ഒലിച്ചു പോകാതെ ഇരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം? ഇതിനെ ചെയ്യാനുള്ള കാര്യം ഈസിയാണ്. പാടത്തിനെ എപ്പോഴും ഗാലിയായിട്ട് വിടില്ല. സമമായ സ്ഥലത്ത് ആഴമുള്ള വേരുള്ള പുല്ലുകളോ ചെടികളോ ഇട്ടേക്ക്. അതിനുശേഷം മാസ്റ്റർ ചെടികളുള്ള ട്രേയിലേക്ക് വെള്ളമൊഴിച്ചു. ഇത് കണ്ടിട്ട് എല്ലാരും ആകെ ഞെട്ടിപ്പോയി. കാരണം ആ ട്രേയിലുള്ള മണൽ അതിന്റെ സ്ഥലത്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു. ശരിക്കും ഇത് അതിശയമാണ് മാസ്റ്റർ. വേരുകൾ മണലിനെ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. നമ്മൾ വയലുകളുടെ അതിരിൽ ഇതുപോലുള്ള പുല്ലുകൾ വളർത്തുകയാണെങ്കിൽ വെള്ളം മണ്ണിനെ ഒരിക്കലും ഒലിപ്പിച്ചു കളയില്ല. ഒരുപാട് ശരിയാണ് പറയുന്നു കമല. രാംചരനും സുഖദേവും മാറി മാറി നോക്കി. അവർക്ക് അവരുടെ തെറ്റെന്താണെന്ന് മനസ്സിലായി. ഒരുപാട് വർഷങ്ങളായി എന്തുകൊണ്ടാണോ അവർ ശത്രുവായിരുന്നത്, അതിപ്പോൾ അവർക്ക് പ്രകൃതിയുടെ മാറ്റം കൊണ്ട് മനസ്സിലായി. രണ്ടുപേരും മാറി മാറി നോക്കി ചിരിക്കാൻ തുടങ്ങി. രാത്രി രാംചരൻ കമലയുടെ കൂടെ ഇരുന്നു കൊണ്ട് രാവിലെ മാസ്റ്റർ പഠിപ്പിച്ചു കൊടുത്തത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് മാസ്റ്റർ ഏതാണോ പഠിപ്പിച്ചത് അത് എല്ലാവറ്റിനെയും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേ ഇതൊക്കെ എനിക്ക് ഓർമ്മയിലുണ്ടാവും. കൊള്ളാമല്ലോ. ഇത് കാരണം നമ്മുടെ ജോലി വീണ്ടും എളുപ്പമായി മാറും. അതെ, തീർച്ചയായിട്ടും. അപ്പോഴാണ് സുഖദേവ് അവരുടെ വീടിനടുത്തേക്ക് വന്നത്. സുഖദേവ്, നീ എന്താ ഇവിടെ? അതെ, ഞാൻ ഒരു കാര്യം ആലോചിച്ച് നിങ്ങളുടെ അടുത്ത് ചോദിക്കണമെന്ന് വന്നു. നേരാണോ? പറയൂ, എന്താണത്? നമ്മൾ എന്തിനാ നമ്മളുടെ പാടത്തിന്റെ എല്ലകളെ ഉഴുത് അതിൽ അന്തമുള്ള പൂച്ചെടികൾ വിതച്ചൂടാ? അത് കാരണം നമ്മളുടെ എല്ലകളും കട്ടാവുന്നില്ല. പിന്നെ നമ്മളുടെ പാടവും കാണാൻ ഒരുപാട് ഭംഗിയായിട്ടുണ്ടാവും. എന്റെ ദൈവമേ, ഇത് ശരിക്കും നല്ലൊരു ആലോചനയാണ്. ഇത് കാരണം നമ്മുടെ പാടം കാണാൻ വളരെ മനോഹരമായിരിക്കും. എന്നാ ശരി, നമ്മൾ രണ്ടുപേരും നാളെ തന്നെ ഈ പണി തുടങ്ങിയേക്കാം. അതെ, തീർച്ചയായും. അതിനുശേഷം സുഖദേവ് അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അടുത്ത ദിവസം രാവിലെ രാംചരനും സുഖദേവും ഒന്നിച്ച് തങ്ങളുടെ പാടത്തേക്ക് വന്നു. അവർ രണ്ടുപേരും തങ്ങളുടെ പാടം അവരുടെ വശത്തു നിന്നും ഉഴാൻ തുടങ്ങിയിരുന്നു. ജോലി കഴിഞ്ഞതിന് ശേഷം അവരവരുടെ അതിരുകളിലായി ചെറിയ ചെറിയ പൂച്ചെടികളും പുല്ലുകളും നട്ടുവെക്കാൻ തുടങ്ങി. അത് മണ്ണിനെ വളരെ ഗട്ടിയായി പിടിക്കുന്നു. പിന്നെ പാടവും കാണാൻ വളരെ മനോഹരമായിരുന്നു. കൊള്ളാമല്ലോ, ഈ പണി ഒരുപാട് നന്നായിട്ട് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കണ്ടോ, എല്ലകളിൽ ഈ പൂക്കളെയും പുற்களுം നട്ടത് കാരണം നമ്മളുടെ സ്ഥലം കാണാൻ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ഇത് നേരാണ്. നമ്മൾ മാസ്റ്ററിനെ പുകഴ്ത്തിയേ പറ്റുള്ളൂ. അദ്ദേഹം ഇത് നമുക്ക് പഠിപ്പിച്ച് ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് മാസ്റ്റർ ആ സ്ഥലത്തേക്ക് വന്നത്. വളരെ അത്ഭുതമാണ് രാംചരൺ, സുഖ്ദേവ്. ഇനി വെള്ളം നിങ്ങളുടെ എല്ലകളെ ഒന്നും ചെയ്യില്ല. മാസ്റ്റർ ചേട്ടാ, നിങ്ങൾ പഠിപ്പിച്ച പാഠം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ ചേർന്ന് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഞങ്ങളുടെ പാഠത്തിന്റെ എല്ലകൾ കട്ടായി പോവും. അപ്പോഴാണ് വേഗത്തിൽ മഴ പെയ്യാൻ തുടങ്ങിയത്. എല്ലാരും തൊട്ടടുത്തുണ്ടായിരുന്ന ഷെഡിലേക്ക് ഓടുകയായിരുന്നു. പിന്നെ അവിടെ നിന്നും അവരുടെ പാടം നോക്കാൻ തുടങ്ങി.
ഇപ്പോൾ രാംചരനും സുഖദേവനും ഇടയ്ക്ക് യാതൊരു വഴക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനു പകരം ഭംഗിയുള്ള ഒരു സൗഹൃദം ഉണ്ടായി. ഇത് കണ്ടിട്ട് മാസ്റ്റർ സാറിനും വളരെ സന്തോഷമായി. രാംചരൻ കണ്ടോ, നിങ്ങളുടെ പാടം അവിടെ തന്നെ ഉണ്ട് എന്നുള്ള സ്ഥലത്ത്. പിന്നെ എന്റേതും അവിടെ തന്നെ ഉണ്ട്. വെള്ളത്തിനെ കൊണ്ട് നമ്മളുടെ എല്ലകളെ തൊടാൻ പറ്റില്ല. എന്നെ ക്ഷമിച്ചേക്ക്. ഞാൻ ആലോചിക്കാതെ നിങ്ങളോട് വഴക്കുണ്ടാക്കി. ഞാനും നിങ്ങളോട് ക്ഷമ ചോദിക്കണം സുഖ്ദേവ്. ആ മഴയാണ് എൻ്റെ ശത്രു എന്ന് ഞാൻ വിചാരിച്ചു പോയി. ശരിക്കുമുള്ള ശത്രുവ് നമ്മളുടെ അജ്ഞതയാണ്. ഒരു പക്ഷേ മാസ്റ്റർ നമുക്ക് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും വഴക്കിൽ തന്നെ ഉണ്ടാവണം. ജ്ഞാനത്തോടെ ബുദ്ധി കിട്ടാതെ വരെ എല്ലാ പ്രകൃതി മാറ്റങ്ങളും നമുക്ക് കഷ്ടമായിട്ട് തന്നെ ഉണ്ടാവും. എന്ന് നിങ്ങളുടെ പാഠത്തിനെ മാത്രം രക്ഷിച്ചിട്ടില്ല, ഒരു കാര്യത്തിനെ നിരൂപിച്ചിട്ടുണ്ട്. പഠിക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തീരുമാനമെന്ന്. എല്ലാരും മാസ്റ്റർ സാറിന്റെ പാഠത്തെ അംഗീകരിച്ചു. പിന്നെ ഇതോടുകൂടി നമ്മുടെ കഥയും അവസാനിച്ചിരിക്കുകയാണ്.